സാധാരണയായിട്ട് ഇപ്പം കാണപ്പെടുന്ന ഇപ്പൊ ഇവിടെ തൃക്കരിപ്പ് വീടെല്ലാം വള്ളക്കാക്ക വരുന്നുണ്ട്. ആ കാക്ക വെള്ളക്കാക്ക വെറുത്ത കളർ കാക്ക ഇപ്പൊ ഇവിടെ IT വെള്ളാപ്പിലെല്ലാം നീലീശ്വരെല്ലാം വന്നിട്ടുണ്ട്. ആ വള്ളക്കാക്കനെ കൊണ്ട് നമ്മളെ ഈ നാടിന് എന്തൊക്കെ ഉപദ്രവങ്ങളില് അത് ഈ നാടിനും പോലത്തെ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോന്നത് അതിനൊക്കെ ചില അന്ധവിശ്വാസമൊക്കെ ഉണ്ടാവും, ചിലത് കറക്റ്റ് ആയിരിക്കും, അത് പറയാൻ കഴിയില്ല. ആ കാക്ക നമ്മളെ നാടിന് ഉപദ്രവം ഇല്ലാന്നാ പറയുന്നത്. ജീവി എന്നും നാട്ടിന് ഒരു ഉപകാരവും ഇല്ല. ഇല്ല അപ്പൊ വള്ളക്കാക്ക ഉപദ്രവം ഇല്ലാന്നാ നിങ്ങളെ എന്റെ അഭിപ്രായം ഇതാണ്. ജീവികൾ ഒരു പക്ഷികളും ഒരു മനുഷ്യനും ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഈ കാക്ക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാക്കയെല്ലാം കുയിലിന്റെ കൂട്ടിലാന്ന് മുട്ടയിടല്. ഈ കാക്ക മുട്ടയിടൂല, അതാണ് പ്രശ്നം. അത് ആ കാക്കനെ അതൊക്കെ അറിയത്തില്ല. കാക്കയോട് തന്നെ ചോദിക്കണം. നമുക്കറിയില്ല. അപ്പൊ സംഭവം എന്ന് വെച്ചെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് തൃക്കരിപ്പൂരിന്ന് കുറെ ആൾക്കാർ കാക്കേനെ കെണി വെച്ച് പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഈ കാക്ക ചെയ്യാൻ പറ്റില്ല. കാണുമ്പോ നമുക്ക് ഒരു സാധാരണ കറുപ്പാണ് കണ്ടത്. പറഞ്ഞ കാക്ക കുളിച്ചാ കൊക്കാവോ, പക്ഷെ ഈ വെള്ളക്കാക്കനെ കുളിച്ചിട്ട് ഇപ്പം ഇതിന്റെ ഒരു മീനിങ് ആയിട്ട് നമ്മള് വെള്ളക്കാക്കയാണ്. ഈ കാക്ക എന്ന് പറഞ്ഞാല് സാധാരണ കാക്കയിലെ കൊക്കിനെ കൊണ്ടാണ് കൊത്തല്, ഇത് കാലിനെ കൊണ്ടാ കൊത്തല്. ആക്ച്വലി നമ്മള് പുതിയൊരു കറുത്ത കാക്ക അത് നമ്മൾ കാണുന്നു, സാധാരണ ഇതുവരെ കണ്ടത്. ഇത് വെള്ള കാക്ക ഇതുവരെ കാണാതെ ഒരു അതിശയം എന്നെ പറയുന്നത്. ഈ കാക്ക എന്ന് പറഞ്ഞാല് കാലിനെ കൊണ്ടാ, ബാക്കിയുള്ള കാക്കയിൽ ഇങ്ങനെ കൊത്തി തിന്നു, ഇത് കാലിനെ കൊണ്ടാ കൊത്തി തിന്നു. അതിന്റെ പ്രതിനിധത്തില് ഒരു പരുന്തിന്റെ ഒരു അങ്ങനത്തെ ഒരു സംഭവങ്ങളായിരിക്കും. ഇതിപ്പോ ഇന്ന് ഏടിയുണ്ടെങ്കിൽ നാളെ നീലേശ്വരായിരിക്കും, മറ്റന്നാൾ കാസർഗോഡ്, പിന്നെ മംഗലാപുരം. ഇതിനെ പിടിക്കാൻ കിട്ടുന്നില്ല. അതൊരു അതിശയാന്ന്, നമുക്കിപ്പൊ അറിയില്ല. അത് നോക്കി പല കാക്കകളും ഇതിന്റെ ബേക്കിലേ പോയി, പക്ഷെ ഈ കാക്കനെ കിട്ടുന്നില്ല. അതന്നെ ഒരു അതിശയാണ്. അതിനെ പിടിക്കാന്ന് വെച്ചാല് ഈ കാക്ക നമ്മളെ ഈല് ദോഷം ഉണ്ടാക്കൂലെന്ന് നിങ്ങളെ അഭിപ്രായം? അത് എനിക്ക് അറിയത്തില്ല. എന്നുവെച്ചാൽ അതിലൊക്കെ ചിലത് കറക്റ്റ് ആയിരിക്കും, ചില അന്ധവിശ്വാസമായിരിക്കും. റോഡിന്റെ സൈഡിലെല്ലാം മരത്തിലെല്ലാം നിന്നിട്ട് വണ്ടിയിലെല്ലാം പോകുന്ന സമയത്ത് അപ്പിയിട്ടിട്ട് ആകെ അടങ്ങിറാക്കുന്നത് അത് സാധാരണ ഒരു പ്രയോജനം ഉണ്ടാവും. കറുത്ത കാക്ക ചെയ്യല്ലോ, അത് വെള്ള കാക്കണ ചെയ്യുന്നില്ല, കറുത്ത കാക്ക ചെയ്യല്ലോ. ഇതൊരു തരം മഞ്ഞ കളറും പച്ച കളറൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടുള്ള ഇതാ ഇടുന്ന പറയുന്നത്. വൈപ്പർ ഇടുന്ന സമയത്ത് മഴവില്ലണൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആർട്ടിക്കാര് പറയുന്നുണ്ട് ഇത് ഡിസൈൻ ചെയ്താന്ന്, അതായത് മോഡിഫിക്കേഷൻ ചെയ്താൽ അതിന് ഫൈനൊക്കെ അടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയണ്ട ആർട്ടിക്കാരോട്? എംബിഡിന്റെ ഈ ഒരു അത് വിൽക്കുന്നതിന് പ്രശ്നമില്ല, വിൽക്കുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. പ്രശ്നമാണ് കാക്കയെല്ലാം മോഡിഫൈ ചെയ്ത്. അതന്നെ ഈ കാക്ക തൂറിയിട്ടിട്ട് കളറായിട്ടും വൈപ്പർ ഇടുമ്പോ ഇങ്ങനെ മഴവില്ലണക്ക് വരുന്നത്. എംബിഡിന്റെ കണ്ണിന് കറക്റ്റ് കാണും അത് മോഡിഫൈ ആണോ കാക്കര തീട്ടാണോന്ന്. അത് കറക്റ്റ് അവർക്ക് മനസ്സിലാവില്ല. മനസ്സിലാവുന്നില്ല എന്നാ പറയുന്നത്. അത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഇപ്പം സ്റ്റിക്കർ ഏതാന്ന് കാക്കത്തിട്ട് ഏതാന്ന് അത് മനസ്സിലാക്കണ ഇപ്പൊ ആർട്ടിലും അടിച്ചത്. ഇപ്പം ആർട്ടി വെറുതെ അല്ലല്ലോ. അപ്പൊ പറഞ്ഞു വരുന്നത് എംബിഡിക്ക് കാക്കത്തിട്ടും സ്റ്റിക്കറും കണ്ടാൽ മനസ്സിലാവും, തിരിച്ചറിയുന്നില്ല. അത് ചിലപ്പോ കേരളത്തിൽ വിവരമല്ല, ഞാൻ വിവരമൊന്നും പറഞ്ഞില്ല. ആ വിവരമല്ല. പക്ഷെ ഈ കാക്കര തീട്ടം പെട്ടെന്ന് ഉണങ്ങി കിട്ടുമ്പോൾ അതിനെ ഇപ്പൊ ചിലർ മഞ്ഞും എല്ലാം പറയുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു സ്റ്റിക്കർ കണക്കത്തിന് ഉണ്ടാവും, കാണുമ്പോൾ ഒരു സ്റ്റിക്കർ കണക്കുന്നുണ്ടാവും. ഇപ്പൊ എംബിഡിന് ദൂർന്ന് കാണുമ്പോൾ സ്റ്റിക്കർ വിചാരിച്ച് നിർത്തും, ദൂർന്ന് കാണുമ്പോൾ വിചാരിച്ച് നിർത്തും, അടുത്ത് കാണുമ്പോൾ കാക്കത്തിട്ടും. അബദ്ധം പറ്റിപ്പോയി അബദ്ധം പറ്റിയെന്നാ പറയുന്നത്. എംബിഡി കേരളത്തിലെ എംബിഡിക്ക് അബദ്ധം പറ്റി. പേര് ബാബു. ബാബു പറയുന്നത് കേരളത്തിലെ എംബിഡിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ദൂരത്ത് കാണുമ്പോഴേ അത് സ്റ്റിക്കർ ആയിരിക്കും, അടുത്ത് വന്ന് കാണുമ്പോൾ അത് തീട്ടായിരിക്കും. അപ്പൊ എംബിഡിന്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റാണ്. ബാബു പറയുന്നത് അങ്ങനെയാണ്. ബാബു നമ്മ സ്പോൺസർ ചെയ്യുന്നു ഒരു ഫുൾ മന്തി. അപ്പൊ എംബിഡിന്റെ ഭാഗത്തുനിന്ന് ഇനി ഇങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് പ്രത്യേകം ഇവിടുത്തെ മന്തിനെ കുറിച്ച് അടിപൊളി ടേസ്റ്റ്. താങ്ക് യു.